ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ വർക്കൗട്ട് ചെയ്യാനിറങ്ങിയ മഹേഷിനോട് രേണുവിൻ്റെ അമ്മ ശശികല മുറ്റം തൂക്കാനായി പറയുന്നുണ്ട്. മുറ്റം തൂക്കുന്നതിനിടയ്ക്ക് തൻ്റെ അരികിലെത്തുന്ന ഋതുവിനോട് ഗ്രീൻ വാട്ടർ കൊണ്ടുവരാനായി പറയുന്നുണ്ട് മഹേഷ്. ഋതു കൊണ്ടുവന്ന പച്ചവെള്ളം മഹേഷ് കുടിക്കുമ്പോഴേക്കും പണിയെടുക്കുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, പണി കഴിഞ്ഞിട്ട് വിയർപ്പാറിയിട്ടേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ഭാർഗവൻ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ കിടന്ന് ഞാൻ ദാഹിച്ച് ചാവത്തേയുള്ളൂ, അങ്ങേരുടെ ഒരു ശാസ്ത്രം എന്ന് പെറുപിറുത്തോണ്ട് ഗ്ലാസ് ഋതുവിന്റെ കയ്യിൽ തിരികെ കൊടുത്തോണ്ട് വേണ്ടടാ പൊക്കോ എന്ന് പറഞ്ഞവനെ പറഞ്ഞു വിടുന്നുണ്ട് മഹേഷ്. ഭാർഗവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മുറ്റം തൂക്കാനായി തുടങ്ങുന്നുണ്ട്. പിന്നീട് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ ഇരിക്കുന്ന മഹേഷിന്റെ അടുത്തേക്ക് ഋതു വന്ന് ഇനി എക്സസൈസ് ഒന്നും വേണ്ടച്ചാ, നല്ല വർക്കൗട്ടായിരുന്നു, മസിലൊക്കെ ഇനി അടിപൊളിയായിരിക്കുമെന്ന് ഋതു പറയുന്നുണ്ട്. അത് കേട്ട് ഏത് പെണ്ണിനാടാ മുറ്റമടിച്ച് മസിൽ വന്നിട്ടുള്ളതെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന രേണുവും മഹേഷേട്ടാ ഋതുവിനെ കുളിപ്പിച്ചെന്ന് റെഡിയാക്കിയേ, അവന് സ്കൂളിൽ പോവാൻ നേരമായി, വേഗാവട്ടെ ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് രേണു അകത്തോട്ട് പോകുന്നുണ്ടേ. ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്തുവിടടാ ഋതു എന്ന് മഹേഷ് പരിഭവത്തോടെയും ക്ഷീണത്തോടെയും അവനോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ വാ, എന്നെ റെഡിയാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് മഹേഷിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് പുറത്തു വെച്ച് സന്തോഷിനെ കാണാനെത്തുന്ന വീണയാണ് കാണിക്കുന്നത്. സന്തോഷിനെ കാണുന്ന വീണ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് എനിക്കൊട്ടും താല്പര്യമോ പ്രതീക്ഷയോ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ സോമൻ സാർ വിളിച്ച മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നത്. സോമൻ സാറിനോടുള്ളൊരു ബഹുമാനവും സാർ പറയുന്ന കാര്യം നിഷേധിക്കാൻ പറ്റാത്തതും കൊണ്ടുവാ. എന്നിട്ട് അവിടെ എന്താ നടന്നത്? ആ ഇടങ്കോലിന്റെ അനാവശ്യം കേൾക്കാനാണോ ഞങ്ങൾ വന്നത്? വകതിരിവില്ലാത്ത കിളവന്മാരെ വീട്ടിൽ അടച്ചിടണം, ഇങ്ങനെ എല്ലാവരെയും വേണ്ടാതിനം പറയാൻ കൂട്ടു നടക്കരുത് എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നോടിങ്ങനെ മോശമായി സംസാരിക്കരുത് വീണ എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാ ഞാനും പറഞ്ഞത്, ഞങ്ങളോട് നിങ്ങളുടെ പോറ്റ് ചെയ്തതും ഇത് തന്നെയാ, അനാവശ്യം പറയാനല്ല അന്ന് അത്രയും പേരവിടെ ഒന്നിച്ചു കൂടിയത് എന്ന് വീണ പറയുമ്പോൾ അതെ, പറഞ്ഞതിൽ സത്യമുണ്ടോന്ന് മാത്രം നോക്കിയാ പോരെ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് സന്തോഷേട്ടൻ അറിയില്ല അല്ലേ? സന്തോഷേട്ടനെ എന്നെയും ജോണേട്ടനെയും ഒട്ടും അറിയില്ല അല്ലേ? ഞങ്ങളെ അത്രയ്ക്ക് അറിയുന്ന ആളെന്ന നിലയ്ക്ക് ആ ഇടങ്കോൽ അനാവശ്യം പറഞ്ഞപ്പോൾ അയാളുടെ കാരണം അടിച്ച് പൊട്ടിക്കേണ്ടത് സന്തോഷേട്ടനായിരുന്നു എന്ന് വീണ ഒച്ച വെക്കുമ്പോഴേക്കും അതെ, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല വീണ എന്ന് സന്തോഷം പറയുന്നുണ്ട്. സന്തോഷേട്ടൻ പഠിച്ചതൊക്കെ ഞാനും വൈകിയല്ലേ അറിഞ്ഞത്. എന്നെ മനസ്സിലാക്കണമെന്ന് പറയാനോ ക്ഷമിക്കണമെന്ന് പറയാനോ എല്ലാം മറന്നൊന്നിച്ച് ജീവിക്കണമെന്ന് പറയാനോ അല്ല ഞാൻ വന്നത്. എനിക്കതിലൊന്നും ഒരു പ്രതീക്ഷയുമില്ല. മനുഷ്യരെക്കുറിച്ചുള്ള വലിയ പാഠമാ കിട്ടിയത്. ഞാനൊരു കാര്യം സഹിക്കാൻ കഴിഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്നതാ എന്ന് വീണ പറയുമ്പോൾ എന്താന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. എന്നെയും ജോണേട്ടനെയും കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ അയാൾ പറഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്ന സന്തോഷേട്ടന്റെ മൗനം അതാ എന്നെ പൊള്ളിച്ചത്. ഇപ്പൊ ഞാനത് ചോദിച്ചാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയാം. ചില ക്രൂരമായ മൗനത്തിന് കാലത്തിനോട് മറുപടി പറയേണ്ടി വരും. നോക്കിക്കോ, എനിക്കിനി ഒന്നും പറയാനില്ല, നിങ്ങൾ ഇനി മിണ്ടാതെ നിൽക്കുകയുള്ളൂ. ഇനിയും മൗനം കൊണ്ടുണ്ടാക്കിയ മുറിവുകൾക്ക് ഒരിക്കലും മാപ്പില്ല. ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് വീണ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ. അവിടെ ഋതുവിനെ കുളിപ്പിച്ച് യൂണിഫോം എല്ലാം ഇടിവിക്കുകയാണ് മഹേഷ്. അപ്പോഴാണ് മഹേഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. മഹേഷ് കോളെടുത്ത് നോക്കുമ്പോഴേക്കും ബേക്കറിയിലെ വേണുവേട്ടനായിരുന്നു. മഹേഷ് കോളെടുത്തോണ്ട് വേണുവേട്ടാ ബേക്കറിന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ബേക്കറിന്നാ, ഞാൻ ഇന്ന് സംശയിച്ചാ തുറന്നത് എന്ന് വേണുവേട്ടൻ പറയുമ്പോൾ എന്ത് പറ്റി വേണുവേട്ടാന്ന് മഹേഷൻ ചോദിക്കുന്നുണ്ട്. എനിക്കാവുന്നില്ല മഹേഷേ, ആ ബാങ്കുകാർ വന്ന് കാശ് ചോദിക്കുന്നു, അവരോട് ഇനി അവധി പറഞ്ഞ അവരെന്നെ കൈവയ്ക്കുന്ന പരുവമായി. ഈ പ്രായത്തിൽ ഇനി കാശിന്റെ പേരിൽ കണ്ടവന്റെ തെറി കേൾക്കാനും തല്ലു വാങ്ങാനും ഒന്നും വയ്യ മഹേഷേ. നീ ഇങ്ങനെ ബേക്കറി വരാതിരുന്നാ ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അവരോട് ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാനും വയ്യ. നീ ആ ബാങ്കുകാർക്ക് കൊടുക്കാനുള്ള കാശ് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നീ ബേക്കറിയിലോട്ട് വാ എന്ന് വേണുവേട്ടൻ പറയുന്നുണ്ട്. വേണുവേട്ടാ, ഞാൻ കാശിനായി ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും മഹേഷ് കോൾ ചെയ്യുന്ന ശബ്ദം കേട്ട് രേണുവും ചെവി വട്ടം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ കുറച്ചു ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ പ്ലീസ് എന്ന് മഹേഷ് പറയുമ്പോൾ എടാ, നിനക്കറിയാലോ എന്റെ ഓമനയുടെയും ശമ്പളവും ഇതുവരെ തന്നിട്ടില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരു വശത്ത്, പിന്നെ ഈ കാശിന്റെ കാര്യവും എല്ലാം കൂടെ എനിക്ക് അങ്ങ് പറ്റണില്ല. ഒന്നാമത് എനിക്ക് ഹൈ BP ഉള്ളതാ. ഒന്നുമില്ലെങ്കിലും ബേക്കറി വന്ന് അവരോടൊന്ന് കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്ത് എന്ന് വേണുവേട്ടൻ പറയുമ്പോൾ 2-3 ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക് വേണുവേട്ട എന്ന് മഹേഷും ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. പറ്റൂല മഹേഷേ, നീ ഇന്ന് വൈകുന്നേരത്തിനകത്ത് ഒന്ന് ബേക്കറിയിലോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാനിത് പൂട്ടി താക്കോല് നിന്നെ ഏൽപ്പിക്കും എന്ന് വേണുവേട്ടൻ ഉറച്ച തീരുമാനമെടുത്ത് പറയുമ്പോഴേക്കും വേണുവേട്ട ബേക്കറി പൂട്ടല്ലേ പ്ലീസ്, അതൊക്കെ ആകെ കുഴയുന്ന കേസാ എന്ന് മഹേഷും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആകെ കുഴഞ്ഞിരിക്കുക, നീ ഒന്ന് ബേക്കറിയിലോട്ട് വാ.
ഇത്രയും ദിവസം ഞാൻ ടീച്ചറെ വിചാരിച്ചുകൊണ്ട് മാത്രം നിന്നത്. ഇനി ഒരു ഒഴിവുകഴിവും പറ്റില്ലെന്ന് പറഞ്ഞ് വേണുവേട്ടൻ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. എല്ലാം കേട്ടോണ്ട് നിന്ന രേണുവും ദേഷ്യത്തോടെ മഹേഷിന്റെ അടുത്തേക്ക് വന്ന് ബേക്കറി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പോണം, കുറച്ച് ക്യാഷ് റോൾ ചെയ്യാനുണ്ട് എന്ന് മഹേഷ് പറയുമ്പോൾ കടം കയറി മുടിഞ്ഞ് ബേക്കറിയും പൂട്ടിയിട്ടിട്ട് അങ്ങേരുടെ ഒരു ക്യാഷ് റോള് എന്ന് രേണു പറയുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് എന്ത് നുണയാ നിങ്ങൾ പറയേണ്ടതെന്ന് ആലോചിക്കാവല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ രാവിലെ ക്രീമും തേച്ച് സ്പ്രേയും അടിച്ച് അവിടെ പോയി നിൽക്കില്ലേ? നിങ്ങളെ കിളികളൊക്കെ അവിടെ ആണല്ലോ. എന്താ പോണ്ടേ എന്ന് രേണു മഹേഷിനോടായി ചോദിക്കുന്നുണ്ട്. രേണു, എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്ന് മഹേഷ് അവളെ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ കാശില്ലാതിരുന്നാലും ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് ഗമയിലങ്ങ് പറഞ്ഞ മതിയല്ലോ. ഏതായാലും ഇക്കാര്യം ഞാൻ അച്ഛനോടും അമ്മയോടും പറയും. അവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു രേണു പോവാൻ തുടങ്ങുമ്പോഴേക്കും മഹേഷ് അവളെ പിടിച്ചു വെച്ചോണ്ട് രേണു, നീ എന്നെ ഒന്ന് വെറുതെ വിട്, അവരോടൊന്നും പറഞ്ഞു കളയല്ലേന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ എനിക്ക് എങ്ങനെ വെറുതെ വിടാൻ പറ്റും? നിങ്ങൾക്കേ ഡോസ് തന്നിട്ട് ഞാൻ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രേണു അവിടുന്ന് പോകുന്നുണ്ട്. മഹേഷും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ട്. പിന്നീട് രേണു ചെന്ന് അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം പറയുന്നതാണ് കാണിക്കുന്നത്. റൂമിൽ നിന്ന് അവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് മഹേഷ് പതി അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും നന്നായി, ബേക്കറി കൂടി പൂട്ടിയാലേ കേട്ടും പാണ്ടവും എടുത്ത് നേരെ കാശിക്കങ്ങ് പോയാ മതി മരുമോനെ. ഈ പാങ്ങില്ലാത്തവന്മാരെ പെണ്ണുകെട്ടാൻ പോകുന്നത് എന്തിനാ? ഞങ്ങളുടെ കൊച്ചിന്റെ ജീവിതം കൂടി തുലച്ചില്ലേ? ഓരോ അയോഗ്യന്മാരെ കൈയും കലാശവും കാണിച്ച് കൊച്ചിനെ അങ്ങ് വശത്താക്കും. കൊച്ചുങ്ങളോട് നമ്മളപ്പോൾ ഉപദേശിച്ചാലും തലയിൽ കയറില്ല. പെട്ടിയും ചുമന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴോ മനസ്സിലായോ? എവിടെ? ശശികല പറയുമ്പോൾ വരുമാനമൊന്നുമില്ലെങ്കിലേ മരുമോൻ തിയേറ്ററിൽ വന്ന് നിൽക്ക്, എന്നിട്ട് ടിക്കറ്റ് കീറാൻ നിൽക്ക്, ശമ്പളം ഞാൻ തരാമെന്ന് ഭാർഗവനും പറയുന്നുണ്ട്. അത് കേൾക്കെ രേണുവും ശശികലയും ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. ഭാർഗവൻ കൂടി നടന്നു നീങ്ങുമ്പോഴേക്കും മഹേഷും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും ഋതു അങ്ങോട്ട് വന്ന് അച്ഛന് ഒരു കാര്യത്തിലും അച്ഛൻ്റെതായ സ്റ്റാൻഡ് ഇല്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷും ഒന്നും പറയാനാവാതെ നിൽപ്പുണ്ട്. പിന്നീട് മാധവത്തിന്റെ സിറ്റൗട്ടിലെ കൈവരിയിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്ന കനിയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് സുജി വക്കീൽ വിളിക്കുന്നത്. അവൾ കോൾ എടുത്തോണ്ട് ഹലോ മാഡം എന്ന് പറയുമ്പോഴേക്കും ഹലോ കനിക, എന്നെ ഇങ്ങനെ മാഡം എന്നൊന്നും വിളിക്കല്ലേ, സുജി എന്ന് വിളിച്ചാൽ മതി എന്ന് വക്കീൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റിനോടുള്ള റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നതാ എന്ന് കനി പറയുമ്പോൾ എനിക്ക് എന്റെ പേര് വിളിക്കുന്നതാ ഇഷ്ടമെന്ന് സുജിയും പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് കനി പറയുമ്പോൾ ഞാൻ സന്തോഷിന്റെ പെറ്റീഷൻ കണ്ടു, അതില് ജോൺ എന്നൊരാളുമായിട്ടുള്ള വീണയുടെ അലിഗേഷനെ പറ്റി പറയുന്നുണ്ട് എന്ന് സുജി പറയുമ്പോൾ അത് വെറുതെയാ, ജോൺ ഏട്ടൻ സന്തോഷേട്ടന്റെ സുഹൃത്താ എന്ന് കനി പറയുമ്പോൾ ഈ ജോൺ ആരാണെന്ന് സുജി ചോദിക്കുന്നുണ്ട്. ചെറിയമ്മേന്റെ കൂടെ പഠിപ്പിച്ചിരുന്ന മേരിക്കുട്ടി ടീച്ചറിന്റെ മകനാ, നമ്മുടെ ഫാമിലിയുമായി അത്ര അടുപ്പമുള്ള ഫാമിലിയാ എന്ന് കനി പറയുമ്പോൾ ഫാമിലി ഡിസ്പ്യൂട്ടില് ഇതൊക്കെ പതിവാണ്. തെളിവില്ലാത്ത ഇത്തരം അനദർ റിലേഷൻഷിപ്പ് ആർഗ്യുമെന്റ്സ് തെളിവില്ലാത്തിടത്തോളം ഇത് നിലനിൽക്കില്ല. ക്യാരക്ടർ അസാസിനേഷൻ ഒരു ടാറ്റിക്സ് ആണ്, നമ്മളെ അപകീർത്തിപ്പെടുത്തുക, അതാണ് ഉദ്ദേശം. അതിലൊന്നും വലിയ കാര്യവുമില്ല. അമ്മയോട് എന്തായാലും ഈ കാര്യം ചെറുതായൊന്ന് സൂചിപ്പിച്ചേക്ക് എന്ന് സുജി പറയുമ്പോൾ പറയാം, അവൾക്ക് ശരിക്കും വിഷമമാവും എന്ന് കനിയും ടെൻഷനോടെ പറയുന്നുണ്ട്. മനസ്സിലായി, കേസിന്റെ രീതികളൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾക്കിപ്പം മറ്റു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അറിയായിരിക്കുമല്ലോ. ശരി, വീണയോട് കാര്യങ്ങളൊക്കെ പറയൂ, ഒരു ദിവസം ഓഫീസിലോട്ട് വരാൻ പറയൂ, ഞാൻ സംസാരിക്കാം എന്ന് സുജി പറയുമ്പോൾ ഓക്കെ ഞാൻ പറയാമെന്ന് കനിയും പറയുന്നുണ്ട്. സുജി ബൈ പറഞ്ഞ് കോൾ വെക്കുമ്പോഴേക്കും കനിയും ടെൻഷനോടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയമ്മയുടെയും വീണയുടെയും അടുത്തേക്കായി ചെല്ലുന്നുണ്ട്. ചെറിയമ്മ, അഡ്വക്കേറ്റ് സുജി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നവൾ പറയുന്ന കേട്ട് അമ്പരപ്പോടെ എന്തു പറഞ്ഞു എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. ഡിവോഴ്സ് പെറ്റീഷൻ കണ്ടിട്ട് വിളിച്ചതാണെന്ന് കനി പറയുമ്പോൾ അഡ്വക്കേറ്റ് എന്തു പറഞ്ഞു എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. നീ സമാധാനത്തിൽ കൂളായിട്ട് വേണം കാര്യങ്ങൾ കേൾക്കാൻ. ഡിവോഴ്സ് പെറ്റീഷനിൽ വക്കീലമാര് ജയിക്കാൻ വേണ്ടി പല ആരോപണങ്ങളും ഉണ്ടാക്കും, വാസ്തവ വിരുദ്ധമായിരിക്കും, പിന്നെ അങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ്. ആ സെൻസിൽ വേണം ഇതൊക്കെ കേൾക്കാൻ എന്ന് കനി പറയുമ്പോഴേക്കും മോളെ, അതിപ്പോ എന്തു തന്നെയായാലും അന്ന് നോട്ടീസ് കിട്ടിയപ്പോൾ കരഞ്ഞ പോലെ കരയരുതെന്നാ കനി ഉദ്ദേശിച്ചതെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട്. അതെ, അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഒരാരോപണം നിനക്കെതിരെയുള്ളത് വിശ്വാസവഞ്ചനയാ. അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് സ്റ്റേറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് വെച്ച് ജോലി നേടുകയും ആ ജോലി വെച്ച് സന്തോഷേട്ടന്റെ വീട്ടുകാരെ പറ്റിച്ച് വിവാഹം നടത്തുകയും ചെയ്തുവെന്ന്. വേറൊരു കാര്യം നിനക്കൊന്നും തോന്നരുത് എന്ന് കനി പറയുന്ന കേട്ട് വീണയും ആകാംക്ഷയോടെ അവളെ നോക്കുന്നുണ്ട്. പെറ്റീഷനിൽ നീയും ജോണേട്ടനുമായിട്ട് അവിഹിതമുണ്ടെന്നുള്ളൊരു ആരോപണമുണ്ട് എന്ന് കനി പറയുന്നത് കേൾക്കെ വീണയ്ക്കും ആകെ വല്ലാതാവുന്നുണ്ട്. കേൾക്കെ ചെറിയമ്മയും പറയുന്നുണ്ട്, ചുമ്മാതല്ല അന്ന് ശങ്കരൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന്. മേരിക്കുട്ടി ടീച്ചറെ ഇവിടെ വന്ന് നിൽക്കുന്നതിന് മുമ്പല്ലേ നോട്ടീസ് വന്നത്? സാധാരണ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴാണ് നോട്ടീസ് അയക്കാറ് എന്ന് കനി ഓർമ്മിപ്പിക്കുമ്പോൾ അതെ, മേരിക്കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നതിന് മുന്നേ അയച്ച പെറ്റീഷനിൽ തന്നെ അവരുടെ ആരോപണമുണ്ട്. ശരിക്കും പ്ലാൻഡാ
ശങ്കറിന് പഴയ തല്ലിന്റെ ദേഷ്യം തീരില്ലല്ലോ എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. പെറ്റീഷനിൽ സൈൻ ചെയ്തിരിക്കുന്നത് സന്തോഷ് ഏട്ടനല്ലേ, അതാണ് കഷ്ടമെന്ന് കനിയും പറയുന്നുണ്ട്. സന്തോഷ് ഇത്രയും നിലപാടില്ലാത്ത ഒരാളാണെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, എന്നാലും എന്നെയും ജോണേട്ടനും ചേർത്ത് ഇങ്ങനെ ഒരു ആരോപണം പറയാൻ സന്തോഷ് ഏട്ടന് കഴിഞ്ഞല്ലോ എന്ന് വീണയും സങ്കടത്തോടെ പറയുന്നുണ്ട്. മോളെ, നീ വേറൊന്നും ചിന്തിക്കണ്ട, നമ്മളിത് ലീഗലി നേരിടും. തിരിച്ച് ചെളിവാരി എറിഞ്ഞിട്ടല്ല, സത്യം പറഞ്ഞിട്ട് എന്ന് ടീച്ചറമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ കൂളായിട്ടിരിക്കടി, അവരത് പറഞ്ഞതുകൊണ്ട് അത് സത്യമൊന്നും ആവണമെന്നില്ലല്ലോ. എന്നോട് അടുത്ത ദിവസം സുജിയുടെ ഓഫീസിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് ഒരു ബോധ്യമുണ്ടാക്കി തരാമെന്നും പറഞ്ഞു എന്ന് കനി പറയുമ്പോഴേക്കും താൻ പോവാമെന്ന് വീണയും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് കനിയുടെ മൊബൈലിലേക്ക് ലക്ഷ്മി കുഞ്ഞയുടെ കോൾ വരുന്നത്. ലക്ഷ്മി കുഞ്ഞാണെന്ന് പറഞ്ഞ് അവൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, അതെ, നിന്റെ ചെറിയമ്മയും കുഞ്ഞി അവിടെ ഉണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഉണ്ട് കുഞ്ഞാ, അടുത്തുണ്ട് എന്ന് കനി പറയുമ്പോൾ, എന്നാലേ ആ ഫോൺ അങ്ങ് സ്പീക്കറിലിട്ടെ, അവരോട് എനിക്ക് 2 പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും കനി മൊബൈൽ സ്പീക്കറിലിടുന്നുണ്ട്. സരസു, എന്റെ കൊച്ചിനെ നീ എന്തിനടി വഴക്കു പറഞ്ഞേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും സംശയത്തോടെ കനിയെ നോക്കിക്കൊണ്ട്, ഓ, വിവരം അതിനിടയ്ക്ക് അങ്ങ് അമേരിക്കയിൽ വരെ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, വിവരമൊക്കെ എത്തും. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ എന്ന് ലക്ഷ്മിയും. ആ, പിള്ളേര് വേണ്ടാതിനം പറഞ്ഞ വഴക്കൊക്കെ കൊടുക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോ, അതെ, കനിക്ക് ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലെന്നൊന്നും കരുതണ്ട. രണ്ടും കൂടെ എന്റെ കൊച്ചിന് വഴക്ക് പറഞ്ഞോ, കൊള്ളാലോ എന്ന് ലക്ഷ്മി വഴക്കു പറയുന്ന കേട്ട്, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല കുഞ്ഞാ എന്ന് വീണ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലക്ഷ്മിക്കും ചിരി വരുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത് എന്ന് ലക്ഷ്മി പറയുമ്പോ, ചേടാ, ഇതിത്ര വലിയ ഇന്റർനാഷണൽ വിഷയമാവുമെന്ന് ഞാൻ അറിഞ്ഞോ? എടി, കൊച്ചുങ്ങൾ കൊള്ളരുതായ്മ പറഞ്ഞാൽ വഴക്കു കൊടുക്കും, അതിലും നിന്നില്ലെങ്കിൽ ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. ഓഹോ, ഞാൻ ഇക്കാര്യം ഹെൻറിയോടും പറഞ്ഞു എന്ന് ലക്ഷ്മി പറയുമ്പോ, ആണോ എന്നിട്ടെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. കനിക്കുട്ടി എന്റെ മോളാ, അത് മറക്കണ്ട എന്ന് ലക്ഷ്മി ഓർമ്മിപ്പിക്കുമ്പോ, ഓഹോ, അപ്പോ അതിനിടയ്ക്ക് അങ്ങനെയൊക്കെ ആയല്ലേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അതിനിടെ ആയതല്ല, അത് നേരത്തെ ആയതാണെന്ന് ലക്ഷ്മിയും. ശരിയെന്ന് ടീച്ചറമ്മ സമ്മതിക്കുമ്പോൾ, എന്റെ ഒരു തണ്ടും എടുക്കും അവൾക്ക്, അതുകൊണ്ട് എന്റെ മോളാണെന്ന് പറഞ്ഞാൽ എല്ലാരും അങ്ങ് വിശ്വസിക്കും എന്ന് ലക്ഷ്മി കുഞ്ഞ് പറയണ കേട്ട്, കുഞ്ഞ് ഇവളെ അങ്ങ് ദത്തെടുത്തോന്ന് വീണ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്നെയും ഹെൻറിയെയും കനി ദത്തെടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ലക്ഷ്മി പറയണ കേട്ട്, ഓ, കാര്യങ്ങൾ അവിടം വരെയൊക്കെ ആയല്ലേ, കൊള്ളാമെന്ന് സരസവും പറയുന്നുണ്ട്. ലക്ഷ്മി അപ്പോഴേക്കും, ഡി കനി, നീ ആ സ്പീക്കർ ഓഫാക്കിയിട്ട് അങ്ങ് മാറി നിന്നേ എന്ന് പറയുമ്പോഴേക്കും കനിയും സ്പീക്കർ ഓഫ് ചെയ്ത് അവിടുന്ന് മാറി നിന്ന് കോൾ ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ കോൾ ചെയ്യുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും സംശയത്തോടെ അവളെ നോക്കി നിൽപ്പുണ്ട്. പിന്നീട് സുജിയുടെ വക്കീൽ ഓഫീസിലെത്തിയ വീണയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാതെയായി. ഒരിക്കലും ഇങ്ങനെയൊരു പരാമർശം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വീണ പറയുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങൾ ധാരാളം കേൾക്കേണ്ടതായിട്ട് വരും. വല്ലാത്തൊരു ട്രോമ കാലമാണത്. നമ്മളത് മനസ്സിനെയും ബോധ്യപ്പെടുത്തണം എന്നവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വക്കീൽ കേസ് ഫയലെല്ലാം നോക്കിക്കൊണ്ട് അവരുടെ പെറ്റീഷനിലെ പ്രധാന ആരോപണമെന്ന് പറയുന്നത്, ഒന്ന്, വിവാഹ ജീവിതത്തിൽ ആവശ്യമായ ഉത്തരവാദിത്തം കാണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെ വീടിന്റെ കാര്യങ്ങളിലും ദിനചര്യകളിലും ഒക്കെയുള്ള അവഗണന, വിശ്വാസവഞ്ചനയാണ് മറ്റൊരു പ്രധാന ആരോപണം. ജോലിയുടെ കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, പിന്നെയാണ് ഈ ജോണുമായിട്ടുള്ള അവിഹിതം സൂചിപ്പിക്കുന്നത് എന്നെല്ലാം സുജി വക്കീൽ പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ വീണയ്ക്കും കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. സാധാരണ ഇതൊക്കെ പെറ്റീഷൻ സ്ട്രോങ് ആവാൻ വേണ്ടി ചെയ്യുന്നതാ. നമുക്ക് ഇതിനുള്ള മറുപടിയായി കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. തിരിച്ചും ഇല്ലിസിറ്റ് റിലേഷൻ ആരോപിക്കാം കേട്ടോ. പിന്നെ ശാരീരിക പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ ഒക്കെ ആരോപിക്കാം. ഇതിൽ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് വക്കീൽ പറയുമ്പോൾ, ഇല്ലാത്തതൊന്നും ഞാനായിട്ട് ആരോപിക്കുന്നില്ല. അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാം. ഒരു സത്യം ഞാൻ ജീവിതത്തിൽ മറച്ചതിന് കൊടുക്കേണ്ടി വരുന്നതിന്റെ വില ചെറുതല്ല. അതുകൊണ്ട് സത്യമല്ലാത്തതൊന്നും നമ്മളിൽ നിന്ന് വേണ്ട. അതിനാൽ അങ്ങ് തോറ്റാലും കുഴപ്പമില്ല എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും, നമുക്ക് എന്തായാലും നോക്കാം, എന്നാ ഞാൻ വിളിക്കാമെന്ന് വക്കീൽ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് വീണയും എഴുന്നേറ്റ് പോകുന്നുണ്ടേ. പിന്നീട് തന്റെ സ്കൂട്ടിയുടെ അടുത്ത് തന്ന വീണ സങ്കടം സഹിക്കാനാവാതെ ടെൻഷനോടെ തന്റെ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് സന്തോഷിനെ വിളിക്കുന്നുണ്ട്. നടന്നു പോവുകയായിരുന്ന സന്തോഷവും അവളുടെ കോൾ കണ്ട് എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.